ഹായ് മക്കളെ, സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ആ, ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ LP UP പരീക്ഷയുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനായി പലർക്കും മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇനി ഈ അടുത്ത ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത ഘട്ടമാണ് ഇൻ്റർവ്യൂ. പല ഉദ്യോഗാർത്ഥികൾക്കും കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട്. ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ എങ്ങനെയാണ്, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടി എടുത്തിട്ടല്ലേ റാങ്ക് ലിസ്റ്റ് വരുന്നത്, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ സക്സസ് ആവാൻ പറ്റുമോ? ഇറ്റ്സ് എ പ്രോസസ്സ്. നമ്മൾ ആദ്യം ക്വാളിഫയിങ് എക്സാംസൊക്കെ പാസ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലെങ്കിൽ നമ്മുടെ എലിജിബിലിറ്റി എക്സാം ആയിട്ടുള്ള TTC ആണെങ്കിലും BEd ആണെങ്കിലും ഒക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞു. ഇതിലേറ്റവും അത്യാവശ്യം വേണ്ടത് KTET ആണ്. അപ്പോൾ KTET ഓർ BEd നമ്മൾ അതും പാസ്സായി കഴിഞ്ഞു. റിട്ടൺ ടെസ്റ്റ്, കേരള PSCയുടെ റിട്ടൺ ടെസ്റ്റ് പേടിച്ചാണെങ്കിലും കാത്തിരുന്നാണെങ്കിലും നമ്മൾ റിട്ടൺ ടെസ്റ്റ് എഴുതി കഴിഞ്ഞു. അതിലേക്ക് നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു ഇൻഡിക്കേഷനാണ്, ശരിക്കും ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ PSCയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്രൂട്ടിനി ആണ്, അതായത് സർട്ടിഫിക്കറ്റൊക്കെ നോക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് നിങ്ങളെ ഇനി ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യും. ഇൻ്റർവ്യൂവിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇൻ്റർവ്യൂവിൻ്റെ മോസ്റ്റ് പോസിബിലിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ഇൻ്റർവ്യൂ, അതുപോലെയൊക്കെ പ്രതീക്ഷിത ചോദ്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാം. ഇനി LP UP പരീക്ഷയ്ക്ക് പഠിച്ച സിലബസ് ആണോ പൂർണ്ണമായും പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല. ഒരു ഇൻ്റർവ്യൂവിന് പോകുന്ന LP UP ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് പ്രധാനമായും അവർ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി പ്ലസ് ടീച്ചിങ് എലിജിബിലിറ്റിയാണ്. കാരണം LP UP സിലബസിന് പ്രകാരമുള്ള കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ടാണല്ലോ നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് എലിജിബിൾ ആയത്. കട്ട് ഓഫിൻ്റെ ഒരു പരിഗണനയിലുള്ളത് കൊണ്ടാണല്ലോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി അല്ലാതെ ഈ പറഞ്ഞ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിളിച്ചിരിക്കും, എങ്കിലും നമ്മൾ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്, അതുകൊണ്ടാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഒരു നമ്മുടെ LP UP ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് 3-4 പേരായിരിക്കും ഇൻ്റർവ്യൂ പാനലിലുള്ളത്. അതിലൊന്ന് PSC മെമ്പറായിരിക്കും, പിന്നെ 2 സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും. PSCയിൽ നിന്ന് തന്നെ അവിടെ വെച്ച് നിങ്ങളുടെ ബയോഡേറ്റയും മറ്റും നോക്കാനായി സ്ക്രൂട്ടിനി സെക്ഷനിലുള്ള ഒരാൾ കൂടി ഉണ്ടാവും. അങ്ങനെ ഒരു 3-4 പേരായിരിക്കും ഇൻ്റർവ്യൂ പാനലിലുള്ളത്. ഇനി നമുക്കറിയാം, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ കുറച്ച് നെർവസ് ആയിരിക്കും അല്ലേ, നമുക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ഈ ടെൻഷൻ പുറത്ത് കാണിക്കരുത് എന്നുള്ളതാണ് പ്രധാന ഘടകം. കാരണം നിങ്ങൾ ഈ ഇൻ്റർവ്യൂയിലൂടെ എലിജിബിളായി റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്വൈസും അപ്പോയിൻമെൻറ്റും ഒക്കെ വന്ന് പോകാൻ പോകുന്നത് സ്കൂളിലേക്കാണല്ലേ. 40-50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിലേക്ക് ആ ക്ലാസ് ലീഡ് ചെയ്യേണ്ടുന്ന ഒരു അധ്യാപകനോ അധ്യാപികയോ ആണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി അളക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലൊരു പ്രധാന ഘടകമാണ് പ്രസൻസ് ഓഫ് മൈൻഡ് അഥവാ പ്ലെസൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു സർക്കാർ ഓഫീസിൽ ഒരു ക്ലർക്കായിട്ട് പോകുന്നത് പോലെ അല്ല നമ്മളൊരു സ്കൂൾ ക്ലാസ് റൂമിൽ ജീവനുള്ള 80 കണ്ണുകൾ അല്ലേ നമ്മളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പം പൊതുവിൽ നമ്മൾ ഉദ്യോഗാർത്ഥികളൊക്കെ LP UP ഞാൻ ഓഫ്ലൈൻ കുട്ടികളെ ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പലരുടെയും സ്ഥായി ഭാവം ശോകമാണ്. മനഃപൂർവ്വമല്ല, എന്തിനെന്നറിയില്ല. ചിലപ്പോൾ ജീവിത പ്രാരബ്ധങ്ങളാവാം, ചില ഫ്രസ്ട്രേഷൻസൊക്കെ ആവാം, ചില നഷ്ടങ്ങളാവാം. എന്തായാലും ഒരു ശോകമായ അവസ്ഥയിൽ ക്ലാസ്സിലിരിക്കുന്നവരുണ്ട്, എന്നാൽ വളരെ എനർജറ്റിക്കായിട്ട് ക്ലാസ്സിലിരിക്കുന്നവരും ഉണ്ട്. അപ്പോൾ 2 വിഭാഗം മക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇൻ്റർവ്യൂവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എപ്പോഴും പ്ലെസൻ്റ് ആറ്റിറ്റ്യൂഡായിരിക്കണം. അതായത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതെന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കാതെ എപ്പോഴും നമ്മുടെ ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഉള്ളിലേക്ക് വെച്ച് കംഫർട്ടായിട്ട് വേണം നമ്മൾ ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലേക്ക് പോകാൻ. ഇനി വസ്ത്രധാരണം.
നമുക്കറിയാം നമുക്ക് ഓരോന്നിനും ഓരോ യൂണിഫോം ഉണ്ട് അല്ലേ. ഇപ്പോൾ പോലീസ് യൂണിഫോം ഇടുന്നത് ആ യൂണിഫോമിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പിന്നെ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്ക് വേറൊരു യൂണിഫോമാണ്. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ സൈലം എന്ന് പറയുന്ന ടീഷർട്ട് ഇട്ട് ക്ലാസ് എടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു യൂണിഫോമിനോട് തോന്നുന്ന ഒരു റെസ്പെക്റ്റ് അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ എങ്ങനെ പോകണം എന്നുള്ളത് പല ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഒരു ടെൻഷനൊന്നും വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ സജഷൻ എന്ന് പറയുന്നത് സാരി ആയിരിക്കും കുറച്ച് കംഫർട്ട്. പക്ഷേ സാരി ഇതുവരെ ഉടുക്കാത്ത കുട്ടികളാണ്. ട്രെയിനിങ്ങിനൊക്കെ ആണെങ്കിൽ കൂടി ചുറ്റി പോയിട്ട് ആ സാരി ഉടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കംഫർട്ട് ലെവൽ താഴരുത്. അങ്ങനെയാണെങ്കിൽ സാരി അങ്ങ് ഉപേക്ഷിക്കാം. എന്നിട്ടൊരു കോട്ടൺ ചുരിദാറായിരിക്കും കുറച്ചുകൂടി ഭംഗി. കാരണം ഒരുപാട് വർക്കുകളൊക്കെയുള്ള, ഒരുപാട് സീക്വൻസൊക്കെയുള്ള, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സ് പരമാവധി ഒഴിവാക്കുക. ആഭരണങ്ങളാണെങ്കിലും ഒരു സ്റ്റഡോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു തൂക്കോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മാലയൊക്കെ മതിയാവും. കാര്യം നമ്മൾ ടീച്ചേഴ്സാണ് അല്ലേ. നമ്മൾ LP UP ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പം നമ്മൾ പഠിപ്പിക്കുന്നതിലേക്കും നമ്മളിലേക്കും കുട്ടിയുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ടീച്ചറിൻ്റെ കടമയാണ്. വലിയ വലിയ മാലയും കമ്മലും ഒരുപാട് സർവാഭരണ വിഭൂഷിതയായി ക്ലാസ്സിലേക്ക് കയറില്ല നമ്മൾ. അതുപോലെയാണ് ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ പോകുമ്പോഴും സർവാഭരണ വിഭൂഷിത ആവണ്ട. ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞു സാരിയൊക്കെ ഉടുക്കാൻ നല്ല കംഫർട്ടായിട്ടുള്ളവരാണെങ്കിൽ ഒരു സാരിയൊക്കെ ഉടുത്ത് അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ നീറ്റ് ഡ്രസ്ഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, നീറ്റ് ഡ്രസ്സിങ്. അതാണെങ്കിൽ നമുക്ക് തന്നെ ഒരു കംഫർട്ട് ലെവലാണ്. ആ വസ്ത്രത്തെക്കുറിച്ച് ഓർത്തൊരു ടെൻഷൻ നമുക്ക് വരില്ല. ചുരിദാറാണ് ഇടുന്നതെങ്കിൽ തന്നെ നമ്മൾ സാധാരണ വൈഡ് നെക്ക് ചുരിദാറൊക്കെ ഇട്ടായിരിക്കും പുറത്തൊക്കെ പോവുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ബട്ട് ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു നീറ്റ്നെസ് ഫോളോ ചെയ്യണം. അതായത് ശരിക്കും വൈഡ് നെക്കുള്ളതൊക്കെ ഇൻ കേസ് നമ്മൾ പേനയോ മറ്റോ താഴെ വീഴുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടത് എടുക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു നമ്മൾ കംഫർട്ട് അല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സോ അത് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു വൈഡ് നെക്ക് ചുരിദാറാണെങ്കിൽ ഒരു ഷോൾ ഒന്ന് മുകളിലേക്ക് കയറ്റി പിൻ ചെയ്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് നമ്മളെ തന്നെ കംഫർട്ടാക്കാനുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരുടേത് മാത്രമല്ല. ഇനി മറ്റൊന്ന്, ഈ ഇൻ്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവർ തന്നെ നമ്മുടെ ജനറേഷൻ അല്ല, കുറച്ച് പഴയൊരു, അതായത് ഓൾഡ് ജനറേഷൻ ആൾക്കാരായിരിക്കും. നമുക്ക് മുന്നേ ഉള്ളൊരു തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതായത് കുറച്ച് പ്രായമൊക്കെ ഉള്ളവർ. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ പറഞ്ഞൊരു മോഡേൺ രീതി ആയിരിക്കില്ല. സോ നമ്മളെപ്പോഴും ടീച്ചേഴ്സാണ്, അപ്പം നമ്മൾ റോൾ മോഡൽ ആവേണ്ടവരാണ്. ഇന്ന വേഷം തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. എൻ്റെ ഒരു സജഷൻ ഞാൻ പറഞ്ഞതാണ്. ഇത്തരത്തിൽ നമ്മൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ എടുക്കാറുണ്ടല്ലേ, അറിയാണ്ട് നമ്മളിങ്ങനെ പിടിക്കും. അത്തരത്തിലുള്ള ലെവലിലേക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട്, നമുക്കിഷ്ടം പോലെ അവസരങ്ങളുണ്ടല്ലോ പുറത്തൊക്കെ ഇടാൻ. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു നീറ്റ് ഡ്രസ്സ് ഫോളോ ചെയ്യുന്നത് നമ്മളെ തന്നെ കംഫർട്ടാക്കാൻ ഉപകരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങളെ ഒന്ന് കംഫർട്ടാക്കും അവർ. തുടക്കത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിലേക്ക് കംഫർട്ടാക്കി അവർ കൊണ്ടുവരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നിങ്ങൾ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ചിലപ്പോൾ എടുക്കാനായിട്ട് മെസ്സേജ് വരും. ആ കോപ്പി നമ്മുടെ കയ്യിലുണ്ടാവും. ഒപ്പം തന്നെ നമ്മുടെ കയ്യിലൊരു ബയോഡേറ്റ കൂടി വേണം. ആ ബയോഡേറ്റയിൽ നമ്മുടെ സ്കിൽസ്, നമ്മുടെ ഹോബീസ് ഒക്കെ ആയിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ചോദ്യമായിരിക്കും അവർ ആദ്യം ചോദിക്കുന്നത്. ബയോഡേറ്റയിൽ ഹോബിയൊക്കെ പറയുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹോബി പറയുമ്പോഴുള്ള പ്രശ്നം, ചില കുട്ടികൾ ഹോബിയിൽ റീഡിങ് എഴുതും. അവർക്ക് അതിൽ പിടിച്ച് കയറാനൊരു പിടിവള്ളിയാവും. റീഡിങ്ങിൽ നിന്നുകൊണ്ട് പരന്ന വായനയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി പരന്ന വായന ഇല്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയും പിന്നെ നല്ല പരന്ന വായനയാണ് എനിക്കെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ പിന്നെ പുള്ളി ഇങ്ങനെ എടുത്തുകൊണ്ട് വരും ഏകാന്തതയുടെ 100 വർഷങ്ങളില്ലേ, അതായത് 100 years ഓഫ് സോളിറ്റ്യൂഡിൻ്റെ മലയാളം വെർഷനായിട്ടുള്ള ഏകാന്തതയുടെ 100 വർഷങ്ങൾ ആരാ കുട്ടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ്, പാവങ്ങളെന്ന പേരിൽ ആരാ കുട്ടി ഇങ്ങോട്ട് വിവർത്തനം ഇങ്ങനെയൊക്കെ ചോദിച്ചു കളയും. സോ അത്തരത്തിലൊരു നമ്മൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. റീഡിംഗ് പോലെ വിശാലമായ ഒന്ന് ഹോബിയിലേക്ക് കൊണ്ടുവരേണ്ട. ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ റീഡിംഗ് ആണ് നിങ്ങളുടെ താല്പര്യമാണല്ലോ, അല്ലാതെ ആരും കമ്പൽ ചെയ്ത് നമുക്ക് ഹോബി പറയാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള കുറച്ച് പേരെങ്കിലും നോക്കി വെക്കണം. മാധവിക്കുട്ടിയോ
അത് വൈലോപ്പിള്ളിയോ ഇടശ്ശേരിയെയോ കവിതയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെയോ റഫീഖ് അഹമ്മദിനെയോ, കാരണം ആധുനിക കവിതകളൊക്കെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പഠിക്കാനുണ്ടല്ലേ. അതുപോലെ കടമ്മനിട്ട, ഇനി അങ്ങനൊന്നും അല്ലെങ്കിൽ എന്താണ് സയൻസ് ഫിക്ഷൻസ് ഒക്കെയാണ് നിങ്ങൾ വായിക്കുന്നെങ്കിൽ അതായത് നിങ്ങളെ ഹോബി നിങ്ങൾ എന്താണോ പറയുന്നത് അതിൽ നിങ്ങളൊന്ന് അവെയർ ആയിരിക്കണം. ആ കാര്യം ചോദിച്ചാൽ പറയാൻ കൂടി കഴിയണം എന്നുള്ളതാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെക്കറൊക്കെ പറയാം. വീടൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുക. പിന്നെ ഗാർഡനിങ് ഇഷ്ടമാണ്, അതിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങളൊന്നും വരാനില്ല. ഈ ഗാർഡനിങ് എന്ന ഹോബി ആസ് എ ടീച്ചർ നിങ്ങളെങ്ങനെ സഹായിക്കും എന്ന് ചോദിക്കുമ്പം സ്കൂളിലെ എക്കോ ക്ലബിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഈ ഒരു ഹോബി എനിക്ക് തീർച്ചയായിട്ടും അവിടെ കൊണ്ടുവരാൻ സാധിക്കും സർ. പിന്നെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഗാർഡനും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ഹോബി എൻ്റെ കോസ്കോളാസ്റ്റിക്, അതായത് അക്കാഡമിക് അല്ലാത്ത ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും. അങ്ങനെ പറയുന്നത് കുറച്ചുകൂടി ഒരു സേഫ് സോണാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നന്നായിരിക്കും. ഗാർഡനിങ് ഒരു ഹോബിയാണ്. ഇനി ചില കുട്ടികൾ, ഞാനൊരു ഇൻ്റർവ്യൂ പാനലിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കേരള മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു ബയോഡേറ്റ ഞാൻ കണ്ടതാണ്. ആ ബയോഡേറ്റയിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഹോബി ഡാൻസിങ് ആൻഡ് സിംഗിങ് എന്ന്. ഇത് രണ്ട് ഹോബീസ് അല്ല, അത് രണ്ട് പ്രൊഫഷനാണ്. ഡാൻസിങ്ങും സിംഗിങ്ങും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ വിനിയോഗിക്കുന്നതല്ല പാട്ടുപാടലും ഡാൻസും. അത് പ്രൊഫഷനാണ്, ആസ് എ പ്രൊഫഷൻ. പക്ഷേ പാട്ട് കേൾക്കലെന്നോ ഡാൻസ് കാണലെന്നോ അത് ഹോബിയാവും. വെറുതെ ഇരിക്കുന്ന സമയം വിനിയോഗിക്കുന്നത് നല്ല നൃത്തങ്ങൾ കാണാനും പാട്ട് കേൾക്കാനും. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാട്ടുകാരെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നിങ്ങൾ ആ പാട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വെയിറ്റിന് കേൾക്കാറുണ്ട്. എന്നാൽ ഏത് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ്റെയാണ് കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബബ അടിച്ചു പോവും. സോ ഹോബി എപ്പോഴും കോയിൻ കളക്ഷനൊക്കെ വേണമെങ്കിൽ പറയാം. ഏതെങ്കിലും രാജ്യത്തിൻ്റെ കോയിൻസൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി കോയിൻ കളക്ഷൻസൊക്കെ പറഞ്ഞോളൂ. അത് ഇറ്റ്സ് എ ഹോബി. ഗാർഡനിങ് ഈസ് എ ഹോബി. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ ആ ഏരിയ ഒന്ന് സെറ്റാക്കണം. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന സർട്ടിഫിക്കറ്റ്സ് ഒരു പ്ലാസ്റ്റിക് കവറിലൊന്നും ഇട്ടുകൊണ്ട് പോകരുത്. ഓരോന്നോരോന്നായിട്ട് വലിച്ചെടുത്ത് മേശപ്പുറത്തിടരുത്. അതിനെല്ലാം തന്നെ ഒരു ഫയലിലാക്കി ഏറ്റവും നീറ്റായിട്ട് സൂക്ഷിക്കുക. നിങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഫോൺ, വെള്ളം, ബാഗ് ഇതെല്ലാം തന്നെ ആരെങ്കിലും ഒരാളെ കൂടെ ഏൽപ്പിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ വേറെ ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്ത് കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ അവിടെ തന്നെ വെക്കുക. നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ബയോഡേറ്റ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് മാത്രമേ പാടുള്ളൂ. ചില കുട്ടികളെങ്കിലും ബാഗ് കൊണ്ടുവന്ന് മേശപ്പുറത്ത്, ഇൻ്റർവ്യൂവിൻ്റെ മേശപ്പുറത്ത് വെക്കും. അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. പിന്നെ ഉള്ളത് ഈ ടെക്സ്റ്റേഴ്സ് ഉണ്ട്, മീൻസ് നമ്മളെ മാനറിസംസ് ഇല്ലേ, അത് പരമാവധി ഒഴിവാക്കുക. പാട്ട് കേൾക്കാറുണ്ടോ? പിന്നെ ഇവിടെ അടുത്താണോ വീട്? ഇങ്ങനെയൊന്നുമല്ല. ആംഗ്യഭാഷ ഒഴിവാക്കണം. എല്ലാം സംസാരത്തിലൂടെ വൊക്കലായിട്ട് തന്നെ സംസാരിക്കുകയും വേണം. പിന്നെയുള്ള മറ്റൊന്നെന്ന് പറയുന്നത്, ഇനി ഞാൻ ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. ഇപ്പം ഞാൻ പറയുന്നത് ഇൻട്രൊഡക്ഷനാണ്. നമ്മളെങ്ങനെ ഒരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലേക്ക് പോകും. നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ മെയ് കമിൻ സർ, അത്ര യാന്ത്രികത അല്ലെങ്കിൽ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഓട്ടോമാറ്റിക്കലി അല്ല, ഒരു യാന്ത്രികമായി പോകും. അങ്ങനെ വേണ്ട. ജസ്റ്റ് നിങ്ങൾ കഥക് എന്തേലും ഒരു കുറ്റിയിടില്ലല്ലോ, മുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പയ്യെ ഇങ്ങനെ തുറന്നിട്ട് സർ എന്ന് വിളിച്ചാൽ മതി. സർ അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. സർ മേ ഐ കമിൻ, അത് വേണ്ട, അത് കുറച്ച് യാന്ത്രികമാണ്. സോ സർ എന്ന് വിളിക്കുന്നു. അപ്പോൾ തന്നെ അവർ വരാൻ പറയും. അപ്പോൾ ചിരിച്ച മുഖത്തോടു കൂടി അകത്തേക്ക് കയറുക. എല്ലാവരുടെയും കണ്ണുകളിലേക്ക് നോക്കുക. 4 പേരുണ്ടെങ്കിൽ 4 പേരെയും മാറി മാറി ഒന്ന് നോക്കുക. അപ്പോഴേക്കും അവർ ഇരിക്കാൻ പറയും. ഇരിക്കാൻ പറയുമ്പോൾ താങ്ക് യു പറയുക. താങ്ക് യു സാർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കംഫർട്ട് ലെവലിൽ നിന്നുകൊണ്ടുള്ള ചോദ്യമായിരിക്കും തുടങ്ങുന്നത് അല്ലേ. എനിക്ക് വെച്ചാൽ നിങ്ങളെ വീട് എവിടെ അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയെന്നെങ്കിലും ചോദിച്ച് നിങ്ങളെ ഒന്ന് ട്രാക്കിലേക്ക് അവർ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ആൻസർ പറയുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവ് അവിടെ ഉണ്ടാവും. പുള്ളിയുടെ മുഖത്തേക്ക് മാത്രം നോക്കരുത്. ബാക്കി 3 പേർക്കും ഈഗോ അടിക്കാൻ അത് മതി. എത്രയൊക്കെ ഡോമിനേഷൻ ഉള്ളവരാണെങ്കിൽ കൂടി അവർക്ക് ഈഗോ അടിക്കും. ഒരാളെ മാത്രം നോക്കും. നമുക്ക് ചിലപ്പോൾ ഈ 4 പേരെ നോക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരാളെ കാണുമ്പോൾ ഇന്ന് പിന്നെ ഇയാളെ നോക്കി സംസാരിക്കുക, അങ്ങനെ വിചാരിക്കരുത്. 4 പേരും കൂടെ തീരുമാനിച്ചാണ് മാർക്കിടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേച്ചി ഇരിക്കുവാണെങ്കിൽ ചേച്ചിയും ഒന്ന് ഇടയ്ക്ക് നോക്കുക. നമ്മൾ ചിലപ്പം ആണുങ്ങളെ മാത്രം കാണാൻ കൊള്ളെങ്കിൽ ഇങ്ങനെ നോക്കുക, അത് പാടില്ല. എല്ലാവരെയും നോക്കി ചേച്ചിയെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരെയും കൂടി ഒന്ന്
നോക്കി എല്ലാവരും. അപ്പോൾ ചോദ്യകർത്താവ് ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ച് ആൻസർ പറയുന്നതോടൊപ്പം ബാക്കിയുള്ളവരെ കൂടി നോക്കി ഇയാളിലേക്ക് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. പിന്നെ നമുക്കറിയാം, കണ്ണിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ ഒരു ഐ ബോണ്ടിങ് വരും അല്ലേ, ഒരു ഇൻ്ററാക്ഷൻ വരും. നിങ്ങൾ സൈക്കോളജിയൊക്കെ പഠിച്ചവരാണ്, നിങ്ങൾ എത്രയോ ക്ലാസ് എടുത്തവരാണ്, ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ ക്ലാസ് എടുത്തവരാണ്. സോ നിങ്ങൾ മുത്ത്. നിങ്ങൾക്കിനി ആരും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് നിങ്ങൾ കംഫർട്ട് ലെവലാണ്. കാരണം നിങ്ങൾ ഒരു പരീക്ഷ എഴുതി നിങ്ങളെ അങ്ങോട്ട് വിളിച്ചേക്കുക. 20 പടിയുണ്ടെങ്കിൽ 18ാമത്തെ പടിയിലെത്തി നിൽക്കുകയാണ്. 2 പടി കൂടി കടന്നങ്ങ് കയറിയാൽ മതി. ഇനി അവിടെ ആ 18ൽ നിന്നിട്ട് അയ്യോ എനിക്ക് പേടിയാവുന്നെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങാൻ ഭയങ്കര പാടാണ്. സോ നമ്മളങ്ങ് അകത്തോട്ട് കയറുവാണ് അല്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഇൻ്റർവ്യൂവിലുടനീളം നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ഹോബിയായി, ബാക്കി കാര്യങ്ങളൊക്കെ ആയി അല്ലേ. അതുപോലെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനെ കുറിച്ച് ഒരു ധാരണയുമില്ല. 3 ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, 3ഉം അറിയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരെന്നുള്ളൊരർത്ഥം അവിടെ വരുന്നില്ല. ഓരോ ടീച്ചറും ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് തൻ്റെ പോർഷൻ പ്രിപ്പയർ ചെയ്തേ ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. സ്പോട്ടിൽ പഠിപ്പിക്കാൻ എന്താ വിക്കിപീഡിയ ആണോ ടീച്ചർ? അല്ലല്ലോ. വല്ലതുമാണോ? ചോദിക്കുമ്പോൾ ഉടനെ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറയാം. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമുക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ് ലോകത്തുള്ളത്. ഇതേതോ ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. നമുക്കറിയാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതായിട്ട് ചുറ്റിനുമുണ്ട്. സോ അറിയില്ല എന്ന് പറയുന്നത് ഒരാളിൻ്റെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് കുറവ് എന്നല്ല അവിടെ അർത്ഥം. ടു ബി ഫ്രാങ്ക്, ക്ലാസ്സിലൊക്കെ കയറുന്ന സമയത്ത്, ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ മുന്നിലുണ്ടാവും അല്ലേ. ആ സമയം എനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ അവിടെ നിന്ന് തെറ്റു പറഞ്ഞ് നാണം കെട്ട് ഈ ടീച്ചറിനെ എങ്ങനെ വിശ്വസിക്കും എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആ ഒരു ആൻസർ കിട്ടാൻ ഞാൻ പല മാർഗവും സ്വീകരിക്കും. ചിലപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ചിലപ്പോൾ ശബ്ദധാരാവിൽ ഞാൻ നോക്കും, ചിലപ്പോൾ ഞാൻ കേരളപാണിനിയെ നോക്കും. കാരണം അതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു വെച്ച പുസ്തകങ്ങളൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്. സോ നമ്മൾ അപ്പം അറിയില്ലെങ്കിൽ കുട്ടികളോട് തന്നെ പറയാം, മക്കളെ എനിക്കിപ്പോൾ അറിയത്തില്ല കേട്ടോ, ഞാനിത് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ കുട്ടി അവിടെ കൺവിൻസ് ആവുകയാണ്. അതുപോലെയാണ് ഇൻ്റർവ്യൂ പാനൽ. 3 ചോദ്യം നിങ്ങളോട് ചോദിച്ചു, വ്യക്തമായി തന്നെ സർ എനിക്കതിപ്പോൾ അറിയില്ലല്ലോ സർ, അറിയില്ല സർ എന്ന് ഏറ്റവും പൊളൈറ്റായിട്ട് മറുപടി പറയുക. അല്ലാതെ നാക്കിൻ്റെ തുമ്പത്തിരിക്കുകയാണെ ഞാനിപ്പോൾ നാവിൽ നിന്ന് എടുത്തു തരാം സർ എന്ന് പറഞ്ഞ് കിടന്ന് ഡ്രാമ കാണിക്കരുത്. അതായത് ചിലപ്പോൾ ചില കുട്ടികൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങനത്തെ പ്രകടനമൊന്നും വേണ്ട. ചോദിക്കുമ്പം ഈ 3 ക്വസ്റ്റ്യനും നമുക്ക് അറിയത്തില്ലെങ്കിൽ സോറി സാർ എനിക്കറിയില്ല സർ, അതറിയില്ലല്ലോ സർ, ഇങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് തന്നെ അവർ പറയും. 20 മാർക്കിനുള്ള ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഒരു മിനിമം മാർക്കുണ്ട്. മാക്സിമം കിട്ടാൻ പോകുന്ന 14 15 മാർക്കാണ്. എത്ര പെർഫോമൻസ് കാഴ്ചവെച്ചാലും 14 15 മാർക്കേ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നമ്മുടെ ഏറ്റവും ജെന്യുവിനായിട്ടുള്ള ആ ഒരു ജെന്യുവിനിറ്റി അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. പിന്നെയുള്ളത് പ്രാദേശികമായ ചില ഭാഷാ ഭേദങ്ങൾ എത്രയൊക്കെ എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും നമ്മളെ ബാധിക്കും അല്ലേ. ഉദാഹരണത്തിന് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി മലപ്പുറത്തോ കോഴിക്കോടോ വയനാട്ടിലോ സെൻറ്റർ വെച്ചു. ആ ജില്ലാതല ഓരോ ഇൻ്റർവ്യൂവും ജില്ലാതല ഓഫീസിലായിരിക്കും വെച്ച് നടത്തുന്നത്. അതുകൊണ്ട് പ്രാദേശിക ഭാഷയൊന്നും വലുതായിട്ട് ബാധിക്കില്ല. കാരണം അതത് ജില്ലകളിൽ, അതായത് അത് ഇപ്പോൾ മലപ്പുറത്തുള്ളവർ മിക്കവാറും മലപ്പുറം, കോഴിക്കോടുള്ളവർ കോഴിക്കോട്, തിരുവനന്തപുരം വെച്ചാണ് കൊടുക്കുന്നത്. അവിടുത്തെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ജില്ല മാറ്റി വയ്ക്കുന്നവരുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മലപ്പുറത്ത് ജില്ല വെച്ച് കൊടുത്തവർക്ക് അവിടെയല്ലേ വിളിക്കുകയുള്ളൂ ഇൻ്റർവ്യൂവിന്. അപ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ പാനലിൽ ഒരാൾ പറയുവാണ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒപ്പപ്പോ എന്തിരേ ഇങ്ങനെ ചോദിക്കരുത്. ഇതൊക്കെ കുടുംബശ്രീ മീറ്റിങ്ങിൽ നമ്മൾ ചോദിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരരുത്. എക്സ്പ്രഷൻ ഇട്ടോ, പക്ഷെ ഭയങ്കര എക്സ്പ്രഷനൊന്നും ഇടരുത്. നമ്മുടെ പ്രാദേശികമായ എക്സ്പ്രഷൻസ് ഒന്നും അവിടെ ഇടരുത്. ഇപ്പോൾ ഇൻ്റർവ്യൂ പാനലിൽ പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ ഒരു സ്ലാങ്ങാണ്, ഇത് കൊണ്ടുവരരുത്. ഇനി മലപ്പുറത്തുള്ളവർ തിരുവനന്തപുരത്ത് വയ്ക്കുമ്പോൾ അവിടെ വന്നിട്ട് അങ്ങോട്ട് കീഞ്ഞോളി, ഇങ്ങോട്ട് പാഞ്ഞോളി, ഓല് ഇതും പറയാൻ പരമാവധി ശ്രമിക്കരുത്. പ്രാദേശിക ഭാഷാഭേദം ഒന്നും ഒഴിവാക്കിയിട്ട് വേണം സംസാരിക്കാൻ. എന്ന് വെച്ച് അച്ചടി ഭാഷ സംസാരിച്ച് കുളമാക്കുകയും ചെയ്യരുത്. തീരെ ആർക്കും മനസ്സിലാകാത്ത പ്രാദേശിക, ഇപ്പോൾ കീഞ്ഞോളാനും പാഞ്ഞോളാനും പുസ്തകം വാങ്ങാം, ഫീസ് അടയ്ക്കാം, അങ്ങനെയൊന്നും പറയരുത്. വാങ്ങാം, അടയ്ക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേറെ ജില്ലയിലേക്ക് പോയി എഴുതുന്ന നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. കാരണം നിങ്ങൾ
ഇവിടെയുള്ളതും മലബാറിലുള്ളതും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന തിരുവനന്തപുരത്തുമാണ്. അവിടെ നമുക്ക് കീഞ്ഞോളാൻ പറഞ്ഞാൽ അറിയത്തില്ല അല്ലേ. കണ്ണൂരുള്ള ഒരു ടീച്ചർ പോയിട്ട് കീഞ്ഞോ കുട്ടികളെ എന്ന് പറഞ്ഞാൽ പിള്ളേർ വിചാരിക്കും എന്ത് കീഞ്ഞോ, അത് ചാടിക്കള എന്നൊക്കെ പറയുമ്പോൾ അത് കളയാനുള്ള അർത്ഥമാണ്. തിരുവനന്തപുരത്ത് കുട്ടികൾക്ക് ചാടിക്കളയാൻ അവർ എണീറ്റ് എന്ന് 2 ചാട്ടം ചാടും. സോ അതൊക്കെ ഇൻ്റർവ്യൂ പാനലിൽ ഒരു സംസാര വിഷയമായി മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. നമുക്കെല്ലാം നമ്മുടെ പ്രാദേശിക ഭാഷ സൗന്ദര്യമാണ്, ഭംഗിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും. അത് ചാടിക്കേറി അങ്ങനെ എന്ത് ചെയ്യണ്ട, പറയണ്ട. അപ്പോൾ ഈ ടെൻഷൻ ഒഴിവാക്കിയിട്ടുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിങ്ങിൽ നമ്മൾ പരാജയപ്പെടാതെ തന്നെ നോക്കണം. പിന്നെയുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി. ഇനി ടീച്ചിങ് എലിജിബിലിറ്റി നോക്കാനായിട്ട് ക്ലാസ് എടുപ്പിക്കും നമ്മളെ കൊണ്ട്. ക്ലാസ് സാധാരണയായിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെയാണ് മാക്സിമം പഠിപ്പിച്ചോളാൻ പറയുന്നത്. ഇതിങ്ങനെ ചുരുങ്ങി ലാസ്റ്റിലൊക്കെ വരുന്നവർക്ക് 5 മിനിറ്റൊക്കെ ആവും. ചിലരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാനൊക്കെ പറയും. അഥവാ അത് അങ്ങനെ കിട്ടിയ ഭാഗ്യം. എന്തായാലും പഠിപ്പിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് പോകണം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള LP-UP നിങ്ങൾ പഠിച്ചിട്ടുള്ളതിൽ നിന്നുകൊണ്ട് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഇവൻ മലയാളമോ സയൻസോ UP ഒക്കെ ആകുമ്പോൾ എനിക്കൊന്ന് എല്ലാം പഠിപ്പിക്കണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട്, ഫോർ എക്സാമ്പിൾ മലയാളമൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ നല്ലൊരു കവിതയൊക്കെ ചൊല്ലാം അല്ലേ. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെ നോക്കിയിട്ട് പോകണം. ചിലപ്പോൾ 98% നിങ്ങളടുത്ത് എന്തെങ്കിലും പഠിപ്പിക്കാനേ പറയൂ. ഇനി ചില ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്നവർ ഡിപ്പെൻസ് പറയുവാണ്, ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇത് പഠിപ്പിക്കാൻ പറയുവാണ്, ആ ടോപ്പിക്ക് എടുത്ത് നോക്കണം. ഒരു രീതിയിലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു ടോപ്പിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾ വിയർത്ത് കുളിച്ച് പ്രശ്നമായി ഇല്ലാത്ത തെറ്റത്രയും പറഞ്ഞു. സബ്ജക്റ്റ് എക്സ്പേർട്സാണ് അവിടെ ഇരിക്കുന്നത്. സോ നിങ്ങൾ വളരെ പൊളൈറ്റായിട്ട് ഇതെനിക്ക് പറ്റില്ല അങ്ങനെ പറയരുത്. സർ, ഞാനൊരു ടോപ്പിക്ക് നോക്കി വന്നിട്ടുണ്ട്, സർ പ്ലീസ് ഞാനതൊന്ന് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിക്കാം. ഇറ്റ്സ് ഓക്കെ എന്ന് തന്നെ അവർ പറയുള്ളൂ. അല്ലാതെ നോ ഇത് തന്നെ പഠിപ്പിക്കണം എന്ന് പറയില്ല. കാരണം അങ്ങനല്ലല്ലോ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻ ആവശ്യമല്ലേ. നമ്മളൊരു ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ കയറുമ്പം കൂടി ഞാൻ നോക്കിയിട്ടുണ്ട്. ആ 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട എന്തൊക്കെ പാട്ട് കുട്ടികളെ പാടി കേൾപ്പിക്കണം. സോ വി വോണ്ട് പ്രിപ്പറേഷൻ. അത് നിഷേധിക്കാൻ ഒരു ഇൻ്റർവ്യൂ പാനലിനും ആവില്ല. പക്ഷെ നമ്മളതൊരു വാഗ്വാദത്തിലേക്കൊന്നും പോകരുത്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു സംഭവം വല്ലതും എടുത്തു തരുവാണെങ്കിൽ, സർ ഞാനൊരു ടോപ്പിക്ക് നോക്കി വന്നിട്ടുണ്ട്, അത് പഠിപ്പിച്ചോട്ടെ എന്ന് ഏറ്റവും പൊളൈറ്റായിട്ട് വിനയത്തോടെ ചോദിക്കുക. ഇനി അവർ സമ്മതിക്കുന്നില്ല, ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല, അല്ലാതെ ഇത് തന്നെ പഠിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് അങ്ങനെ പറയാൻ ഒട്ടും തന്നെ പോസിബിലിറ്റി ഇല്ല. എങ്കിൽ കൂടി അങ്ങനെയാണെങ്കിൽ തുടക്കമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുള്ളൂ നിവർത്തി. കാരണം അറിഞ്ഞൂടാത്ത തെറ്റുകളൊന്നും പറയാൻ നിൽക്കേണ്ട, നമുക്കിന്ന് ഈ ചാപ്റ്റർ പഠിക്കാം മക്കളെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ നിങ്ങൾ ഒരു 15 മിനിറ്റ്, പക്ഷേ നിങ്ങളെ ടോപ്പിക്കാണ് കിട്ടുന്നതെങ്കിൽ നല്ല വെടിക്കെട്ടായിട്ട് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിക്കുന്ന സമയത്ത് വിനയം വേണ്ട, ഓവർ വിനയം വേണ്ട. കാരണം അറ്റ് ദാറ്റ് മൊമെൻറ്റ് യു ആർ എ ടീച്ചർ അല്ലേ. ആ സമയം നിങ്ങളൊരു ടീച്ചറാണ്. നിങ്ങളൊരു ഇൻ്റർവ്യൂ പാനലിൻ്റെ മുന്നിലാണെങ്കിലും നിങ്ങളൊരു ടീച്ചറാണ്. സോ ബോർഡിലേക്ക് ആദ്യം ചെന്നിട്ട് ഡേറ്റ് എഴുതിയിടുക, സബ്ജക്റ്റ് എഴുതിയിടുക. ഇനി ഡേറ്റും സബ്ജക്റ്റും വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ് ആൻഡ് സബ്ജക്റ്റ് എഴുതിയിടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു തുടങ്ങുന്നു. പഠിപ്പിച്ച് തുടങ്ങിയിട്ട് ചോക്ക് ആൻഡ് ബോർഡാണ് എങ്കിൽ, മറ്റേതാണെങ്കിൽ കൂടി, അതായത് നമ്മളല്ലാണ്ട് മറ്റേ പെന്നില്ലേ അത് വെച്ചാണ് എഴുതുന്നതെങ്കിൽ കൂടി ക്ലാസ്സിൻ്റെ അവസാനം ബോർഡ് ക്ലീൻ ചെയ്തിടാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ക്ലാസ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് ആണെങ്കിലും ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ മുഷിയാതെ ക്ലാസ്സിൽ കുട്ടികളിരിക്കുന്ന എല്ലാവരും നോക്കുമ്പോഴാണ് അല്ലേ. സോ എല്ലാവരെയും നോക്കി അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ച്, എന്നാൽ അത് മോണോ ആക്റ്റായി പോകാനും പാടില്ല. ഓവർ എക്സ്പ്രഷനൊന്നും ഇടണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില ടീച്ചേഴ്സിൻ്റെ മാനറിസംസൊക്കെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. ഇനി പരമാവധി നമ്മൾ ഈ ടെൻഷനൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഈ പ്രയോഗമൊക്കെ ചിലർ നടത്തും. കൈയുടെ ഞൊട്ടിയൊടിക്കൽ, ശബ്ദം ഉണ്ടാക്കൽ വേണ്ട, കൈ കൂട്ടി തിരുമ്മൽ വേണ്ട, മുടി അപ്പോഴപ്പോഴ ഇങ്ങനെ പിടിക്കരുത്. സോ മാനറിസംസ് പരമാവധി ഒഴിവാക്കുക. നമ്മളേറ്റവും എലിജിബിളാണ്. നിങ്ങളെനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഈ ഒരു സർക്കാർ സർവീസിലേക്ക് കയറാനും നിങ്ങളെന്നെ ഏൽപ്പിക്കുന്ന 40ഓ 50ഓ കുട്ടികളെ ഏറ്റവും ഭംഗിയായി നോക്കാനും ഒക്കെ ഞാൻ എലിജിബിളാണ് എന്ന് അവർക്ക് തോന്നണമെങ്കിൽ നമ്മളേറ്റവും
പ്ലെസൻ്റ് ആയിരിക്കണം. നമ്മൾ ഒരു ടെൻഷൻ, എത്രയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും. ഞാനൊരു 10-20 വർഷമൊക്കെ ആയി ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. B.Ed കഴിഞ്ഞപ്പോൾ തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴേ നമ്മൾ സൈലം PSCയുടെ 1 ഡേ വർക്ക്ഷോപ്പിനൊക്കെ പോകുമ്പോൾ ഒരു വലിയ ഓഡിറ്റോറിയം എടുത്താണ് പോകുന്നത്. മിക്കവാറും അവിടെയൊക്കെ മൻസൂർ അലി കാപ്പുങ്ങൽ സാറ്, ജെറിൻ സാറ്, ഇസ്മയിൽ സാറ്, ഫാരിസ് സാറ് തുടങ്ങിയ പ്രഗത്ഭന്മാരാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. ആ കൂട്ടത്തിൽ ലേഡിയായിട്ടൊക്കെ ഞാൻ മാത്രമേ കാണുള്ളൂ. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ ജില്ലകളിലും പോകുമ്പോൾ. സോ അവരുടെ ക്ലാസ്സിൽ നിന്ന് ഒട്ടും ഞാൻ പുറകോട്ട് പോകാൻ പാടില്ല. 1 അവറാണ് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന. ഒരു 1 അവറിലെ ഒരു ഓഡിറ്റോറിയത്തിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രൈവറ്റ് PSC കോച്ചിങ് സെൻറ്ററിൻ്റെ പ്രിൻസിപ്പൽ വരെ അവിടെ ഇരിക്കും. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ മാത്രമല്ല, മലയാളത്തിൽ PhDയും MPhilഉം ഡബിൾ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാർ വരെ അവിടെ ഉണ്ടാവും. സോ എൻ്റെ വായിൽ നിന്ന് എന്ത് വീണാലും അത് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എന്താണ്, എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമല്ലേ. സോ സത്യം പറഞ്ഞ മക്കൾ എൻ്റെ മുട്ട് വരെ കൂട്ടിയിടിക്കും ആ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പ്. പക്ഷേ അവിടെ നമ്മൾ ഒരു ലോങ് ബ്രീത്ത് എടുക്കുക. നമ്മൾ തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. നമ്മുടെ ഏറ്റവും വലിയൊരു അംബിഷനിലേക്ക് നടന്നെടുക്കാനുള്ള ഫൈനൽ സ്റ്റെപ്പാണ്. ഇത്രയൊക്കെ കൊണ്ടെത്തിച്ച ദൈവം എന്നെ ഇനിയും കൊണ്ടെത്തിക്കും. എന്നെ പെരുവഴിയിലിട്ടിട്ട് പോകത്തില്ല എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി മുന്നോട്ട് അല്ലേ. അങ്ങനെ ഒരു ലോങ് ബ്രീത്ത് 2-3 പ്രാവശ്യം എടുക്കുക. ടോയ്ലറ്റ് ടെൻഡൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോയ്ലറ്റിലേക്ക് പോയിട്ട് മാത്രം ഇൻ്റർവ്യൂവിന് കയറുക. ഒരു കാരണം ഇത് മനുഷ്യ സഹജമായ ചില പ്രശ്നങ്ങളാണ്. നമുക്ക് ഭയങ്കര ടെൻഷൻ വരുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നൽ, അതായത് യൂറിൻ പാസ് ചെയ്യണമെന്നുള്ളൊരു തോന്നൽ, വെള്ളം കുടിക്കണമെന്നുള്ളൊരു തോന്നൽ, എത്ര ശ്രമിച്ചാലും വിറയൽ മാറാത്ത അവസ്ഥ, ഇതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാൽ മാത്രമേ പറ്റൂ. വേറെ ആർക്കും ഇതൊന്നും കൊണ്ട് തരാൻ പറ്റില്ല. അവിടെ നമ്മളിരിക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, ഇറ്റ്സ് എമർജൻസി എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായി ഒരു ലോങ് ബ്രീത്തൊക്കെ എടുത്ത് വിയർപ്പൊക്കെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ തുടച്ച് കളഞ്ഞ് ഏറ്റവും കോൺഫിഡൻ്റായിട്ട് മാത്രം ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുന്നൊരു, അതായത് നേരത്തെ പ്രീ പ്ലാൻ ആയിരിക്കണം. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ ഓടിപ്പാഞ്ഞ് ചെല്ലരുത്. നേരത്തെ തന്നെ അവിടെ നിങ്ങൾ സന്നിഹിതരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സദസ്സിനെയായാലും ഏതൊരു സിറ്റുവേഷനായാലും വി ക്യാൻ മാനേജ്, നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ മുത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത്രയൊക്കെ കടമ്പകൾ കടന്നു വന്ന് നിങ്ങൾ മുത്താണ്. ഇന്നും കേറ്റിട്ട് കിട്ടാതെ കേറ്റിട്ട് ക്ലാസ്സിലിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഇത് കേറ്റിട്ടൊക്കെ കിട്ടി LP-UPയിൽ എലിജിബിളായി. സോ മുത്താണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ വന്നിട്ട് പിന്നെ ഒരിക്കലും ഒന്നിന് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, മോശമല്ലേ അത്. അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് വരണം. ഇത്രയാണ് ഇൻ്റർവ്യൂ ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ക്ലാസ്സും എടുപ്പിച്ച് ബോർഡൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെ പൊളൈറ്റായിട്ട് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അഭിസംബോധന അല്ലെങ്കിൽ നമ്മളെപ്പോഴും അഭിസംബോധനയല്ല അഭിവാദ്യം, ഇങ്ങനെ അഞ്ജലിയാണ് നല്ലത്, കൂപ്പുകയാണ് നല്ലത്. വളരെ നന്ദി സാർ എന്ന് 4 പേരെ മുഖത്ത് നോക്കി ഒന്ന് അഭിവാദ്യം. ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് അല്ല ഇൻ്റർവ്യൂ. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് തന്നെ അവിടെ മാർക്കുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മാക്സിമമായി 20-ൽ 15 നേടുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് എല്ലാവരെയും ഒന്ന് ഇങ്ങനെ വരും. ഇനി ആൺകുട്ടികളുടെ കാര്യം, ഞാൻ ഇതെല്ലാം പെൺകുട്ടികളുടെ ഇതിലേക്ക് ഡ്രസ്സിങ് ഒക്കെ പെൺകുട്ടികളുടേത് മാത്രമേ പറഞ്ഞുള്ളൂ. ആൺകുട്ടികളുടെ ആണെങ്കിൽ ശരിക്കും ഗോവ ബീച്ചിൽ പോകുന്ന ഒരു കളർഫുൾ ഡ്രസ്സിട്ട് പോകരുത്. മാഷുമാരാണ് അല്ലേ, നമ്മൾ എക്സിക്യൂട്ടീവ് ഡ്രസ്സാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു കോട്ടൺ ഡ്രസ്സ് ഇൻ ചെയ്ത് പോയാൽ അത്രയും നല്ലത്. ഇൻസേർട്ടിങ് ഒക്കെ എപ്പോഴും ഇൻ്റർവ്യൂവിന് നല്ലതാണ്. ആൺകുട്ടികളുടെ ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. പറ്റുമെങ്കിൽ ക്ലീൻ ഷേവ് തന്നെ ചെയ്യുക. മുടിയൊക്കെ എന്താണ് സാധാരണ ലെവലിൽ ഇങ്ങനെ ആ മുടിയിലേക്ക് കോൺസെൻട്രേഷൻ പോകാത്ത രീതിയിൽ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കി പറ്റുമെങ്കിൽ ഒന്ന് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട്, അതായത് ഞാൻ പറഞ്ഞത് അത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. കേരള ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ടുണ്ട്. HSST ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ അവിടെ നമുക്ക് കാണാനും നമ്മുടെ ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അല്ലേ. ഒരു പട്ടായ ദ്വീപിലേക്ക് പോകുന്ന ഒരു ആംബിയൻസോട് കൂടി നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് പോകും. നമ്മൾ നമുക്കുള്ളതിൽ ഏറ്റവും നല്ലൊരു ഡ്രസ്സ് ഒന്ന് ഇൻ ചെയ്ത് തേച്ച് താടി ഒക്കെ മാറ്റിയിട്ട് ജസ്റ്റ് മീശയൊന്നും മാറ്റണം. അതൊക്കെ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും അത്യാവശ്യം ഒരു നിരാശ കാമുകൻ്റെ ലുക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു നല്ലൊരു മാഷിനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ജുബ ഇടുന്നെങ്കിൽ ഇട്ടോളൂ കേട്ടോ, അതൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഇൻ്റർവ്യൂവിന് അതും ആവാം. കാരണം ഇത് കോർപ്പറേറ്റ് കമ്പനിയുടെ ഇൻ്റർവ്യൂ അല്ലല്ലോ.
ഒരു സ്കൂളിലെ മാഷിനെ തിരഞ്ഞെടുക്കുന്ന ഇൻ്റർവ്യൂ അല്ലേ. എങ്കിലും പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഫോണ് പിന്നെ സൈലൻ്റ് അല്ലാതെ റൂമിലേക്ക് കയറരുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മോസ്റ്റ് എക്സ്പെക്റ്റിംഗ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ധൈര്യമായിട്ട് പോയിക്കോ ഇൻ്റർവ്യൂവിന്. ഇറ്റ്സ് നോട്ട് എ ക്വാളിറ്റി എക്സാം, ഇത് ക്വാളിഫയിങ് എക്സാം. അത് നമ്മുടെ ഒരു പ്രോസസ്സ്, ഒരു റൊട്ടീൻ പ്രോസസ്സ് എന്ന് മാത്രം കരുതുക. ഓക്കെ, ബൈ, താങ്ക് യു.